അപ്പോൾ നമ്മൾ അവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞു, ഏകദേശം ഈവനിങ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പം രാത്രിയൊക്കെ ആവും എന്തായാലും നമ്മൾ എത്താൻ. നേരെ നമ്മളിനി എരുമേലിയൊക്കെ ആയിരിക്കും പോവുക കേട്ടോ. എരുമേലി പേട്ട തുള്ളിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മളെന്തായാലും ഇപ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പം അവിടുന്ന് ഫുഡ് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ വന്നു. സോ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസും പിന്നെ മഷ്റൂം ഉണ്ടാവുമല്ലോ, വെജിറ്റബിൾ മഷ്റൂം ഉണ്ട്. വെജിറ്റബിൾ മഷ്റൂമിൻ്റെ കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതെന്തായാലും നന്ദികേഷ് പ്യൂർ വെജിറ്റബിൾ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തന്നെ പറയാം, നല്ല ഫുഡ് തന്നെയാണ്. മഷ്റൂം കറിയൊക്കെ നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവിടുന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ടിപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം എരുമേലി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എരുമേലി എന്താ വെച്ചാൽ നല്ല മഴക്കാറുണ്ട്. നമ്മൾ വന്ന ടൈമിൽ തന്നെ നല്ല അത്യാവശ്യം പൊടി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും അറിയില്ല, ഇറങ്ങാൻ പറ്റുമെന്നും അറിയില്ലായിരുന്നു, നല്ല മഴയായിരുന്നു. സോ നമ്മളെന്തായാലും ജസ്റ്റ് നോക്കി, പക്ഷേ പേട്ട തുള്ളാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. സോ നമ്മൾ പേട്ട ഒഴിവാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ കണ്ടു, ഒരു പള്ളി അവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ അവിടെ കണ്ടിട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവുകയാണ്. കാരണം ആരും പേട്ട തുള്ളുന്നൊന്നുമില്ല കേട്ടോ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആരും പേട്ട തുള്ളുന്നൊന്നുമില്ല, വളരെ കുറവാണ് ആൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വാവര് പള്ളി കേട്ടോ. വാവര് പള്ളി ഇതാണ്. ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇവിടെ നമുക്ക് കയറാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് കയറാൻ പറ്റുന്ന അപൂർവം പള്ളികളിൽ ഒന്നാണിത്. അപ്പം എല്ലാ മതസ്ഥർക്കും കയറാൻ പറ്റും കേട്ടോ. ഇപ്പം ക്രിസ്ത്യൻസും ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും കയറാൻ പറ്റുന്നൊരു പള്ളിയാണ് വാവര് പള്ളി. നമ്മളതിന് ഉള്ളിലോട്ട് പോവില്ല, പുറത്തു കൂടെയാണ് നമ്മൾ പോവുക കേട്ടോ. പുറത്തു കൂടെ പോയിട്ട് തേങ്ങ ഉടച്ചിട്ടാണ് എല്ലാവരും പോവുക. അതിപ്പോൾ ആരായാലും ഇവിടെ തമിഴാണെങ്കിലും അല്ലെങ്കിൽ ആന്ധ്ര ആണെങ്കിലും അല്ലെങ്കിൽ കേരള ആണെങ്കിലും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അത് നമ്മളങ്ങനെ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, പേട്ടോളം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അവസ്ഥ. പേട്ട തുള്ളുന്നവരുണ്ട്, വളരെ കുറച്ച് തുള്ളുന്നവരുണ്ട്. പക്ഷേ എന്നാലും മഴയായതുകൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. കാരണം ഈ മഴയത്ത് എങ്ങനെ പേട്ട തുള്ളുന്നത്, നിങ്ങൾ തന്നെ പറയാം. അമ്മാതിരി മഴയാണ്. ഇപ്പോൾ അതുപോലെ പുറമെ നമുക്ക് മിന്നലും ഉണ്ടായിരുന്നു, നല്ല മിന്നലും ഉണ്ടായിരുന്നു. സോ അവിടെ എല്ലാവരും കുറേ ആൾക്കാർ, നമ്മൾ മാത്രമല്ല, വന്ന കുറേ പേര് പേട്ട തുള്ളാൻ തന്നെ നമ്മൾ ജസ്റ്റ് അവിടെ കണ്ടിട്ട് ജസ്റ്റ് അവിടെ എല്ലാം കയറിയിട്ട് തിരിച്ച് പോവാണ് ഉണ്ടായത് കേട്ടോ. എന്തായാലും ഇപ്പം ഉള്ളോട്ട് പോകാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ കേട്ടോ. പള്ളി കാണാനും അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ ഈ ഒരു ക്ഷേത്രം വരുന്നത്. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് പള്ളിയും വരുന്നത്. രണ്ടും വളരെ അടുത്താന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ പോവാണ്. പിന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വ്ളോഗിങ് ആയിട്ടുള്ളൊരു യാത്രയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ചെയ്യുന്ന വ്ളോഗിങ് പോലെ ചെയ്യാൻ പറ്റിയൊരു യാത്രയല്ല. നമുക്ക് ഒരുപാട് ക്ഷീണമൊക്കെ ഉണ്ടാവും. അതിനിടയിലെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഫുള്ളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ തന്നെ ശബരിമലത്തെ വീഡിയോസൊന്നും, നമുക്ക് സന്നിധാനത്തെ വീഡിയോസൊന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല. സോ നമ്മൾ ആ ഒരു പോകുന്ന വീഡിയോസ് മാത്രമേ നമ്മളിതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് വേണ്ട മടിയോ അല്ലെങ്കിൽ അതൊന്നും കാണിക്കാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ അത് എടുക്കാനുള്ള ഒരു ക്യാമറ അതൊന്നും അലൗഡല്ല. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോഴേ പറയുകയാണ്, അതൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന അതൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, മാക്സിമം അതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ശരിയുമല്ല, നമ്മൾ അവർ കാണാതെ നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ടെമ്പിളിൻ്റെ ഫോട്ടോയോ വീഡിയോസ് എടുക്കുന്നതൊന്നും ശരിയല്ല. പക്ഷേ അതൊന്നും നമുക്ക് ഈ വ്ളോഗിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. സോ അതെടുത്തിട്ടില്ല കേട്ടോ. ശബരിമലത്തെ ആ ഒരു പറയുകയാണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാകും. ഇപ്പം സാധാരണ നമ്മളൊരു ടൂറിൽ പോയിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുത്ത് നമുക്ക് എന്താ പറയുക, സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് തണുപ്പ് ആസ്വദിച്ചിട്ട് അല്ലെങ്കിൽ മലയുടെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല നമുക്ക് ഈ ഒരു ശബരിമല എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അതുപോലെ നമ്മളെ കൂടെ നമ്മളെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ സൗകര്യം നോക്കണം. കാരണം നമ്മുടെ ഒരേ ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ല ഒരിക്കലും ശബരിമല യാത്രയിൽ ഉണ്ടാവുക. നമ്മളെ അച്ഛനോ ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പ്രായം കൂടിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ എല്ലാവരുടെയും കൂടെ നമ്മൾ പോകുമ്പം
നമുക്ക് അവരെ ആരോഗ്യസ്ഥിതിയും നമുക്ക് പരിഗണിക്കേണ്ടി വരും. ചിലപ്പോൾ അവരെ പിടിക്കേണ്ടി വരും, പിടിച്ച് നടക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു, നടക്കുമ്പോഴൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല വീഡിയോസും ഞാനിതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മാക്സിമം ഞാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമുക്ക് തന്നെ ഇപ്പം വയ്യാണ്ടാവും കുറേ. ഇപ്പം നടന്ന് ശബരിമലയും കൂടി കയറുമ്പോൾ പോയവർക്കേ അറിയാം, ശബരിമലയും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിലുള്ള ടയർഡ്നെസ് വരും. ചില ആൾക്കാർ ഛർദ്ദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ശബരിമലയ്ക്ക് പോയിട്ട് ഒരു വ്ലോഗ് എടുക്കുക വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതിനിടയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പരിഗണിക്കണം, കാരണം എനിക്ക് എല്ലാ വീഡിയോസും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. സോ നമ്മളെന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പള്ളി നമ്മൾ പള്ളി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി നേരെ രാത്രി തന്നെ നമ്മൾ പമ്പയിലേക്ക് പോകാൻ കേട്ടോ. വേറെ വഴിയില്ല, കാരണം നമുക്കറിയാമല്ലോ കുറച്ച് ദിവസങ്ങളൊക്കെ നമുക്ക് എന്തായാലും അവിടെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ചിലപ്പം കടത്തി വിടാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ നമുക്ക് ന്യൂസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുറച്ച് വരെ കൊണ്ടുപോകുന്നില്ല, കാരണം മഴ കാരണം നമുക്ക് അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നാളെ. സോ നമ്മൾ ഡിലേ ആയിപ്പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മൾ മാക്സിമം ശബരിമലയ്ക്ക് എത്തിയിട്ട് ഇന്ന് രാത്രി തന്നെ കയറാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഇപ്പോൾ മഴയൊക്കെ കൂടുകയാണെങ്കിൽ ഒരുപാട് വിലക്കും കാരണം യെല്ലോ അലേർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്യൂ ആവും. സോ നമ്മൾ ഇന്ന് രാത്രി തന്നെ നമ്മൾ പോകാം കേട്ടോ. സോ ഇത് നമ്മൾ വാഗൻ്റെ നമ്മൾ ഈ ഒരു ഇവിടെയുള്ള ക്ഷേത്രം കേട്ടോ. നമുക്ക് എരുമേലിയുള്ള ക്ഷേത്രമാണ്, എരുമേലി അയ്യപ്പ ക്ഷേത്രമാണത്. അപ്പം അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇപ്പോൾ നമുക്കറിയാം തമിഴ് അല്ലെങ്കിൽ ആന്ധ്ര അല്ലെങ്കിൽ കർണാടക അവരൊക്കെ എവിടുന്നോ ലോങ്ങ് വരുന്നതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മളെയായിട്ട് ബുദ്ധിമുട്ടാണ് അവർക്ക്. കാരണം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ്, നമുക്കൊരു 2 ദിവസം കൊണ്ട് തന്നെ പോയി വരാം. നമുക്ക് 3-ാമത്തെ ദിവസം നമുക്ക് ഇവിടെ എത്താവുന്ന അത്രയേ ഉള്ളൂ യാത്ര എന്ന് പറഞ്ഞാൽ. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ ഒരാഴ്ച തമിഴ് നാടുകാർക്ക് വേണം. പിന്നെ നമുക്ക് ആന്ധ്രാപ്രദേശിൽ 2 ആഴ്ചയെങ്കിലും അവർക്ക് 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. അവർ ഫുഡൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുക. സോ അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് നമുക്കിപ്പം ഉള്ളത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ശബരിമല പമ്പയിലെത്തിയിട്ടുണ്ട്. പമ്പയിലുള്ള ഈ ഒരു ഇതായിട്ട് കാണിക്കുന്നത് പമ്പയിൽ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് രാത്രി തന്നെ കയറിയിട്ടുണ്ടായിരുന്നു ശബരിമലയ്ക്ക്. കയറിയ വീഡിയോസൊന്നും എനിക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം രാത്രിയായിരുന്നു. കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടൊക്കെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ശബരിമല എത്തിയിട്ടുണ്ട്. മുകളിൽ ഭാഗം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ശബരിമലേൻ്റെ ഏറ്റവും മുകളിലെ ഭാഗമാണിത്. എന്തായാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തിരക്ക് അവിടെ ഉണ്ടായിരുന്നു, എങ്കിലും കുറവാണ്. അത്ര ഒന്നും തിരക്കുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ ദർശനം കഴിഞ്ഞിട്ടുണ്ട്. ദർശനത്തിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ നല്ല ടയേർഡായിരുന്നു. എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്യാമറ എടുക്കാൻ പോയിട്ട് മൊബൈൽ എടുക്കാൻ പോലും വയ്യാത്ത അത്രയ്ക്ക് കൈ വേദന ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. സോ നമുക്ക് അവിടെ എടുക്കാനും പെർമിഷൻ ഉണ്ടായിരുന്നില്ല. സോ നമ്മളവിടെ എന്തായാലും ടെമ്പിൾ ദർശനം കഴിഞ്ഞു. നല്ലൊരു ഇതായിരുന്നു കേട്ടോ, നല്ല അനുഭവമായിരുന്നു. നമുക്കവിടെ കയറിയപ്പോൾ തന്നെ ഒരു 18-ാം പടി സ്വർണ്ണപ്പടി സ്വർണ്ണപ്പടീൻ്റെ ഇതൊക്കെ നമ്മൾ അവിടെ ആസ്വദിച്ചു. കാരണം അത്രയ്ക്ക് നല്ല പ്രകാശമാണ് ഒരു ശബരിമലേൻ്റെ ഒരു സ്ഥലമൊക്കെ പോയവർക്ക് അറിയാം. നല്ലൊരു ഇതാണ് നമുക്ക്. അപ്പം ഒരു 4 മണിക്ക് പോലും നമുക്ക് അവിടെ രാവിലെ ഒരു ഫീൽ ഉണ്ടാകും, കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രകാശമായിരിക്കും. കാരണം സ്വർണ്ണത്തിൻ്റെ ഇതിൽ ലൈറ്റ് പ്രതിഫലിച്ചിട്ട് അത്രയ്ക്ക് നല്ല ഒരു വെളിച്ചമായിരിക്കും അവിടെ ഉണ്ടാവുക. നല്ലൊരു യാത്ര തന്നെ ആയിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കും വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.